എല്ലാ കൂട്ടുകാർക്കും SLC മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഡ് നമ്പേഴ്സ്, പദങ്ങളുടെ എണ്ണം, ഓഡ് നമ്പേഴ്സ്, അതായത് ടേംസിന്റെ ആണ്, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ടേം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ നമ്പർ ഓഫ് ടേംസ്, അതായത് പദങ്ങളുടെ എണ്ണം എന്താണ് ഈവൻ നമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇരട്ട സംഖ്യയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ തുക കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് അതിനാണ് എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം കേട്ടോ. ഞാൻ സപ്പോസ് ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുവാണ്. 3, 5, 7, 9 ഒരു 4 സംഖ്യകൾ വരുന്നത്. അതായത് 4 സംഖ്യ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്പർ ഓഫ് ടേംസ് 4 എണ്ണാണ്. അതായത് ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യകളായിട്ട് വന്നു 4 ആണല്ലോ വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ ഇവിടെ എഴുതി. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ പദങ്ങളുടെ എണ്ണം, അതായത് ഒരു പെയർ ഞാൻ എടുക്കുക. ഈ 5ഉം 7 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പെയർ ഞാൻ എടുത്തു. ഇതിന്റെ തുക എത്രയായിരിക്കും വരുന്നത്? 5 + 7. 5 + 7 എന്ന് പറയുമ്പോൾ 12 വരും. മനസ്സിലായല്ലോ. then അടുത്ത പെയർ എടുത്തു, അതായത് ഇത് ഈ 2 പെയർ എടുത്തു. അതായത് 3 + 9. 3 + 9 എന്ന് വരുമ്പോൾ എത്ര വരും? 12 വരും. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഈ പെയർ നമ്മൾ എടുക്കുമ്പോൾ ആ പെയറിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപോലെ വന്നു. ഇനി ഈ ടേംസുകളെല്ലാം കൂടെ ഞാൻ അങ്ങ് ആഡ് ചെയ്യുവാണ്. അതായത് 3 + 5 + 7 + 9 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 24 എന്ന് വരും. ഈ 24 എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 2 × 12 അല്ലേ? 2 × 12 ആണ്. 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എത്ര പെയറുണ്ട്? ഈ 5, 7 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെയറാണ്. 3, 9 എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത പെയറാണ്. അപ്പൊ 2 പെയറുണ്ട്. ഈ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെയറുകളുടെ എണ്ണം, ജോഡികളുടെ എണ്ണത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 12 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ പെയറിന്റെയും തുക, അല്ലെങ്കിൽ എന്താണ്, ഓരോ ജോഡിയുടെയും തുക 12 ആണല്ലോ. അപ്പം ഒരു ജോഡിയുടെ തുകയാണ് ഈ 12 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? സമ്മാണ് അല്ലെ, ആകത്തുക. സം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തിനോട് ഈക്വൽ ആണ്? നമ്പർ ഓഫ് പെയർസ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പെയർസ് അല്ലെ, ജോഡികളുടെ എണ്ണമാണ്. ഇൻറ്റു 12 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സം ഓഫ് 1 പെയർ ആണ് അല്ലെ, സം ഓഫ് 1 പെയർ. മനസ്സിലായോ? ഇനി ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. വേറെ പെയർ എടുക്കാം. 5, 10, 15, 20 കേട്ടോ. 4 എണ്ണം ഉള്ള ഈവൻ പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 എണ്ണം വന്നു. ഈവൻ നമ്പർ വന്നു, ഇരട്ട സംഖ്യ വന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. 10 + 15 എത്രയാണ് വരുന്നത്? 25 വരും. അടുത്തത് ഈ 5ഉം 20യും കൂടെ ആഡ് ചെയ്തു. അപ്പൊ എത്ര വരും? 5 + 20 എന്ന് വരുമ്പോൾ 25 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ എല്ലാത്തിനും കൂടെ തുക, അതായത് 5 + 10 + 15 + 20 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ 50 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 × 25 എന്ന് എഴുതാം അല്ലെ, 2 × 25 എന്ന് എഴുതാം 50 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? തുകയാണ്. ഇതെല്ലാം കൂടെ തുകയാണ് വരുന്നത്. ഈ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് പെയർസ് അല്ലേ, 2 പേരുണ്ടല്ലോ ഇല്ലേ. ഈ 10ഉം 15 എന്ന് പറഞ്ഞ ഒരു പേരാണ്, 5ഉം 20 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പേരാണ്. അപ്പൊ 2 പേരുണ്ട്, അത് ഇൻറ്റു അതിൽ ഒരു പേരിന്റെ തുക, അതാണ് 25. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ഒരു നമ്പർ ഓഫ് ടേംസ് ഒരു 6 വരുന്നത് നോക്കാം. അതായത് 1, 3, 5, 7, 9, 11. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 6 വന്നില്ലേ. അപ്പൊ നമുക്ക് ഓരോ പേർ നോക്കാം. ആദ്യത്തെ പേർ ഇത് നോക്കാം. 5 + 7. 5 + 7 എന്ന് പറയുമ്പോൾ 12 വരും. അടുത്ത ഏത് വരും? ഇത് 3 + 9 എടുക്കാം. 3 + 9 എടുക്കുമ്പോഴും എത്ര വരും? 12 വരും. ദെൻ ഇത് അടുത്തതാണ്, ഇത് 1 + 11 അല്ലെ. 1 + 11 എന്ന് പറയുമ്പോഴും എത്രയാണ് വരുന്നത്? 12 വന്നു. ക്ലിയർ ആയല്ലോ. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. അതായത് 1 + 3 + 5 + 7 + 9 + 11 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 36 എന്ന് വരും അല്ലെ. ഈ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എത്ര പെയറുണ്ട്? ഒരു പെയർ, 2 പെയർ, 3 പേരുണ്ടല്ലേ. അപ്പം 3 × എങ്ങനെയാണ്? 12. 12 3 അല്ലേ 36 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് പെയർ ആണ് അല്ലെ, അതായത് ജോഡികളുടെ എണ്ണമാണ്. 12 എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജോഡിയുടെ തുക. മനസ്സിലായല്ലോ. അപ്പം സംഖ്യകളാണ് ടേംസിന്റെ എണ്ണം വരുന്നെങ്കിൽ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് കേട്ടോ, നമ്പർ ഓഫ് പെയർസ്, അതായത് ജോഡികളുടെ എണ്ണം ഇല്ലേ, ഗുണനം ഇൻറ്റു എന്നാണ് സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ, ഇതാണ് ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അതായത് സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ.
എത്ര പേരുണ്ടോ, എത്ര ജോഡിയുണ്ടോ അതിന്റെ നമ്പർ അതേ ഇൻറ്റു പിന്നെന്താണ് സം ഓഫ് അതിൽ ഒരു പേരിന്റെ സം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇപ്പൊ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ, മറ്റേ നമ്മൾ ഒറ്റ സംഖ്യകളാകുമ്പോൾ മിഡിൽ ടേം വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്, തുക കണ്ടുപിടിച്ചതല്ലേ. ഇവിടെ അല്ലാത്ത കേസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാം. ആ ഒരു കാര്യമാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, in an arithmetic sequence is sum of two positions is equal to the sum of other two positions, then the sum of the terms at each pair is the same. എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക, ഏതെങ്കിലും രണ്ട് സ്ഥാനം ഇത് നോക്കിയേ, 5 7 ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക മറ്റ് രണ്ട് സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ, അതായത് 5 7 ഇല്ലേ, അതിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 3 9, മറ്റു രണ്ട് സ്ഥാനമാണല്ലോ 3 9, അതിന്റെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ജോഡി സ്ഥാനങ്ങളുണ്ടല്ലോ, ആ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും ഇങ്ങനെയാണ് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഏതൊരു ജോഡി എടുത്താലും ആ അവിടുത്തെ പദങ്ങളുടെ തുക എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അതിന്റെ ആ സമ്മ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണിത്. പദങ്ങളുടെ എല്ലാത്തിന്റെയും തുക കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. ഇത് പേജ് നമ്പർ 13 ആണ് കേട്ടോ. പേജ് നമ്പർ 30 കേട്ടോ. പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് 100. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്ര വരണം? 100 വരണം. എങ്ങനെയെങ്കിൽ 4 സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 4 പദങ്ങൾ നമുക്ക് അങ്ങനെ എഴുതാം. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4, അതിന്റെ തുക എത്രയാണ്? 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 4 സമാന്തര ശ്രേണികൾ എഴുതാനാണ്. അതായത് x1ഉം x2ഉം x3ഉം x4 നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ല, അതിന്റെ എല്ലാത്തിനും തുക 100 വരണം. അപ്പൊ 4 സമാന്തര ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കറിയാം സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ്, ഇല്ല നമ്മളിപ്പോ കണ്ടു, നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ സം ഇവിടെ തന്നിട്ടുണ്ട്, 100 സം ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പെയർസ് ഇല്ലേ, നമ്പർ ഓഫ് പെയർസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് നമുക്കറിയാം ഇല്ല. ഇതൊരു പെയർ നമുക്ക് എടുക്കാം, അവിടെ 2 പെയറാ വരത്തുള്ളൂ, 2 പെയർ വരും. ആ പെയറിന്റെ തുക നമുക്കറിയാവോ? ഇല്ല. ക്ലിയർ ആയല്ലോ? ഓരോ പേരിന്റെ തുക നമുക്ക് അറിയില്ലല്ലോ. അപ്പം അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ സം എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആണ്. നമ്പർ ഓഫ് പെയർസ് ഇവിടത്തെയാണ് 2 ആണുള്ളത്. സം ഓഫ് വൺ പെയർ അല്ലെ, സം ഓഫ് വൺ പെയർ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. സം ഓഫ് ഒരു പെയറിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? സം ഓഫ് വൺ പെയർ അല്ലെ, സം ഓഫ് വൺ പെയർ ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 വരും. അതായത് ഒരു പെയറിന്റെ തുക എന്ന് പറയുന്നത് 50 ആണ്. അത് തന്നെയായിരിക്കുമല്ലോ മറ്റേ പേരിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നതും. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? x2 പ്ലസ് x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 50 ആണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് x4 എന്ന് എഴുതാം അല്ലെ. x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 50 ആണെന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നാണ് ഈ 2 പേരിന്റെ തുക നമുക്ക് 50 വരണം. സപ്പോസ് ഞാൻ x2 പ്ലസ് x3 അങ്ങ് എടുക്കുവാണ്. ഇതിന്റെ രണ്ടിന്റെ തുക 50 വരണം. അപ്പം x2ന് 50 വരണം എന്നുണ്ടെങ്കിൽ ഞാൻ x2ന് ഒരു സപ്പോസ് ഒരു 20 കൊടുക്കുവാന്ന് ചോദിച്ചു. 20 കൊടുത്തു x2ന്, x3ക്ക് 13 കൊടുത്തു. അപ്പൊ 50 വരുമല്ലോ. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ x1ഉം എന്താണ് x4ഉം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെ വരാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് വരാൻ സാധിക്കും? അതായത് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 50 വരണം. അപ്പം ഈ x1ഉം x4ഉം തമ്മിൽ കൂട്ടുമ്പോൾ 50 വരണമെന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പൊ എത്ര വരണം? അതായത് അടുത്തടുത്ത് വരുവാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണെങ്കിൽ 10 വന്നു ഇല്ലേ. അപ്പൊ ഇവിടെ എത്ര വരും? അടുത്ത് വരണമെങ്കിൽ അടുത്ത് 10 ഇവിടെ വരുമല്ലോ. ദെൻ അടുത്ത് ഇവിടെ എത്ര വരും? 40 വരും. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്താലും 50 വരും, ഇത് തമ്മിൽ ആഡ് ചെയ്താലും 50 വരും. അപ്പൊ ആദ്യത്തെ ഒരു ശ്രേണി ആയല്ലോ. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ ഒരു ശ്രേണിയായി, ആദ്യത്തെ 4 പദങ്ങളും ഒരു ശ്രേണിയായി. നമുക്ക് അടുത്ത് എഴുതാം. ഇപ്പൊ ഞാൻ 20യും 30 അല്ലേ എഴുതി, ഞാൻ ഒരു നമ്പർ അങ്ങ് ആഡ് ചെയ്യുവാണ് ഈ 20 കൊടുത്ത്. അപ്പൊ 21 പ്ലസ് 21ഉം അപ്പൊ എത്ര വരും? 29 വരും അല്ലെ. ഇതിനും കൂടെ ആഡ് ചെയ്ത് എത്ര വരും? എത്ര വരുന്നത്? 50 വരും. അപ്പൊ ഇവിടെ എത്ര വരുന്നത്? ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്? 8 വരും. ഇവിടെ 8 കുറച്ചാൽ മതിയല്ലോ. 21ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 13 വരും.
ഇവിടെ എത്രയാണ് വരുന്നത്? 29 കൊടുത്ത് 8 കൂട്ടണം. അപ്പൊ എത്ര വരും? 37 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ സെയിം തുകയല്ലേ വരുന്നത്. ദെൻ അടുത്തൊരു പേരിന് വേണ്ടി ഞാനിപ്പോ ഓരോന്ന് ആഡ് ചെയ്തല്ലേ വന്നത്. 20 കൊടുത്ത് 21, അടുത്ത് ഞാൻ 22 എഴുതുക. 22 വരുമ്പോൾ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 28 വരും അല്ലേ? അപ്പൊ ഇതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 ആണ് വരുന്നത്. ദെൻ കോമൺ ഡിഫറൻസ് ഇവിടെ വരുന്നത് 6 ആണ്. 28 - 22 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 വരും. ഇപ്പൊ 6 ഇവിടെ കുറച്ച് എഴുതുക. 22ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 16 വരും. ഇവിടെ 28ന്റെ അടുത്ത് 6 കൂട്ടുക, അപ്പം 34 വരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഞാൻ ഒന്നുകൂടെ എഴുതാം. 4 എണ്ണം എഴുതാൻ മതി. 23 എഴുതി. 23 വരുമ്പം ഇവിടെ എത്രയാണ് വരുന്നത്? 27 വരും അല്ലേ? അപ്പം 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 23ന് 4 പോയാൽ എത്രയാണ്? 19 അല്ലേ? ഇനി 27ന്റെ അടുത്ത് 4 വരുമ്പം 31 വന്നു. മനസ്സിലായല്ലോ? അപ്പം 4 സമാന്തര ശ്രേണികൾ എഴുതി. ആദ്യത്തെ 4 പദങ്ങളുടെ തുക, ഇതിന്റെ എല്ലാത്തിനും 4 പദങ്ങളുടെ തുക കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് 100 തന്നെ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The first term of an arithmetic sequence is 5 and the sum of the first 6 terms is 105. Calculate the first 6 terms of the sequence. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5 ആണ്. ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആണ്. എങ്കിൽ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒരു ശ്രേണിയാണ്, സമാന്തര ശ്രേണിയാണ്. ഒന്നാം പദം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 ആണ്. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ്? ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 105 എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് xx. അത് എത്രയാണ്? 105 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തെ 6 പദങ്ങൾ, അതായത് x1 നമുക്കറിയാം, x2 x3 അങ്ങനെയുള്ള ബാക്കി പദങ്ങളുടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇക്വേഷൻ തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇത് പെയർ ഏതൊക്കെയായിട്ട് വരും? x3ഉം x4ഉം ഒരു പെയറാണ്. പിന്നെ ഏതാണ് അടുത്ത ഏത് വരും? x2ഉം x5ഉം അടുത്തൊരു പെയർ വരും. പിന്നെ ഏതാണ്? x1ഉം x6ഉം ഒരു പെയർ വരും. ക്ലിയർ ആയല്ലോ? അപ്പം x3 പ്ലസ് x4നെ നമുക്ക് കണ്ടുപിടിക്കണം. മുമ്പത്തെ ഇക്വേഷൻ തന്നെ, അതായത് സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് അല്ലെ? നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് വൺ പെയർ. സം ഓഫ് വൺ പെയർ. അപ്പൊ ഒരു പെയറിന്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സം ഓഫ് വൺ പെയർ നമുക്ക് കണ്ടുപിടിക്കണം. സം ഓഫ് വൺ പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ്. അപ്പൊ സം എന്ന് പറഞ്ഞാൽ 105 ആണ്. എത്ര പേരാണ് ഇവിടെ ഉള്ളത്? 1, 2, 3 പേരുണ്ട് അല്ലേ? അപ്പൊ എത്ര കിട്ടി? 35 എന്ന് കിട്ടി. അതായത് ഒരു പെയറിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 35 ആണ്. അതായത് x3 പ്ലസ് x4 എന്ന് പറഞ്ഞിരിക്കുന്നത് 35 ആണ് അല്ലേ? അതുപോലെ തന്നെ x1 പ്ലസ് x6 എന്ന് പറഞ്ഞിരിക്കുന്നതും 35 ആണ്. അതുപോലെ തന്നെ x2 പ്ലസ് x5 എന്ന് പറഞ്ഞിരിക്കുന്നത് 35 ആണ്. ഓരോ ടേമും എത്രയാന്ന് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. x1 ഇവിടെ ഓൾറെഡി ഉണ്ട് ഇല്ലേ? അപ്പൊ x1 ഇവിടെ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് x6 കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായല്ലോ? അതായത് x1 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 35 എന്ന് വന്നു. അതിൽ നമുക്ക് x6 കണ്ടുപിടിക്കാം. x6 ഈക്വൽ ടു എത്രയാണ്? 35 മൈനസ് x1 ഇവിടെ നമുക്കറിയാലോ. x1 എത്രയാണ്? 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വന്നു. അതായത് x6ന്റെ വാല്യൂ എത്രയാണ് വന്നത്? 30 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പം x1 ഈസ് ഈക്വൽ ടു 5 ആണെന്ന് നമുക്കറിയാം. x6 ഇല്ലേ? x6 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ മേലെ. കോമൺ ഡിഫറൻസ് ഡി എങ്ങനെയാണ്? നമ്മൾ പഠിച്ച ടി ഡി ഡിവൈഡ് ബൈ പി ഡി അല്ലേ? ടേം ഡിഫറൻസ് പറയുമ്പോൾ 30 മൈനസ് 5 വരും. പൊസിഷൻ ഡിഫറൻസ് പറയുമ്പോൾ 6 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ബൈ 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് 5 വന്നു. ഇനി ടേം എഴുതാലോ അല്ലെ? എങ്ങനെ എഴുതാം? ടേം നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതൊക്കെയാണ് ആദ്യത്തെ 6 പദങ്ങളാണ്. x1 ഇവിടെ നമുക്കറിയാം 5 ആണ്. x1 5 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ 5 വന്നല്ലോ അല്ലെ? ആഡ് ചെയ്താൽ പോരെ? അപ്പം x2 10 വന്നു. 5 ആഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. 15 20 25 30. ആദ്യത്തെ 6 പദങ്ങൾ മനസ്സിലായല്ലോ? ആറാമത്തെ പദം എത്രയാന്ന് നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 30 ആണ്. ഇതാണ് സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The sum of the 7th and the 8th term of an arithmetic sequence is 50. Calculate the sum of the first 14 terms. സമാന്തര ശ്രേണിയുടെ
7ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 50 ആദ്യത്തെ 14 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് 7ാം പദത്തിന്റെയും 8ാം പദം, അതായത് x7 പ്ലസ് x8 അതിന്റെ തുക എന്ന് പറയുന്നത് 50 തന്നിട്ടുണ്ട്. അപ്പം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യ 14 പദങ്ങളുടെ തുകയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എങ്ങനെയാണ് 14 പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഒരു പേരുണ്ട്, ഒരു പേരിന്റെ തുക എന്ന് പറയുന്നത് 50 നമുക്കറിയാം. അപ്പൊ നമുക്കറിയാലോ ഈ 14 പദങ്ങളിനെ നമുക്ക് എങ്ങനെയാക്കി എടുക്കാം? 14 പദങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 14 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 14 പദങ്ങൾ എന്ന് പറയുമ്പോൾ 14 ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എത്ര പേരുണ്ടായിരിക്കും? 7 പേരല്ലേ ഉണ്ടായിരിക്കത്തുള്ളൂ. 14 ടേംസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്? 14 ടേംസ് ഉണ്ട്. അപ്പൊ എത്ര പേരുണ്ടായിരിക്കും? 7 പേരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് അല്ലെ, നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ അല്ലെ, സം ഓഫ് 1 പെയർ. ഇതിലോ ഒരു പേരിന്റെ തുക ഇവിടെ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പെയർസ് ഇവിടെ ഉണ്ടല്ലോ, 7 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സം കണ്ടുപിടിക്കാമല്ലോ. സം ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 പെയർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് 14 ടേംസിൽ. 1 പെയറിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 350 വരും. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ 14 പദങ്ങളുടെ തുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് ഇല്ല, സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈക്വൽ ടു എത്രയാണ്? 350. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. എന്നാണ് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കിയേ, ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേം ഈസ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ടേം x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ്, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 3 പദങ്ങൾ നമുക്കിവിടെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അല്ലെ, ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം എങ്ങനെ എഴുതാണ്? സം ഓഫ് അല്ലെ, എങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു, മിഡിൽ ടേം ഏതാണ്? x2 അല്ലെ. അപ്പൊ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എഴുതാലോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതായത് എസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് സെക്കൻഡ് ടേം മിഡിൽ ടേം കണ്ടുപിടിക്കാമല്ലോ. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ എൻ ആണ്. സം 300 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അതപ്പം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ, അതായത് മിഡിൽ ടേം ഏതാണ്? x2 ആണ്. x2 എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ആണെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ടല്ലോ, അതായത് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. x2 ഇവിടെ എത്രയാണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ, അടുത്തടുത്ത പദങ്ങളല്ലേ. അപ്പൊ 100 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 എന്നും കോമൺ ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ടേംസുകൾ ഏതൊക്കെ വരും? ഫസ്റ്റ് ടേം ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുണ്ട്, അത് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. x2 എത്ര വരും? x2 എന്ന് പറഞ്ഞിരിക്കുന്നത് 32 എടുത്ത് 70 കൂട്ടുക, അപ്പൊ എത്ര വരും? 100 വരും അല്ലെ, 100 വരും. ദെൻ x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? 170. അപ്പം സീക്വൻസ് എങ്ങനെയാണ്? 30, 100, 170. അപ്പൊ അതാണ് ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതേ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ, ഒന്നാമത്തെ നമ്മൾ ചെയ്തു, രണ്ടാമത്തെ നോക്കാം കേട്ടോ. ഇവിടെ ആദ്യത്തെ 3 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ദി ഫസ്റ്റ് 4 ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 300 തന്നിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ടേം, രണ്ടാമത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. 4 ടേം, സം ഓഫ് 4 ടേം എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറഞ്ഞിരിക്കുന്നത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു പേരിന്റെ സം കണ്ടുപിടിക്കാമല്ലോ. ഇതൊരു പേരാണ്, ഇത് രണ്ടാമത്തെ പേരാണ്. അപ്പൊ ഒരു പേരിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? സം ഈസ് ഈക്വൽ ടു നമ്പർ അല്ലെ, നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ നമുക്ക് എടുക്കാം. അതില് സം ഓഫ് 1 പെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. സം ഓഫ് 1 പെയർ,
സം ഓഫ് വൺ പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. സം എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. നമ്പർ എത്ര പേരാണ്? എത്ര പേര്? 2 പേരുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 150. അതായത് 2 പദങ്ങളുടെ തുക, അതായത് x2 പ്ലസ് x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 ആണ്. അതുപോലെ തന്നെ x1 പ്ലസ് x4 എന്നും പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് x1ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 150 ആണ്. അപ്പോൾ നമുക്ക് x4 കണ്ടുപിടിക്കാമല്ലോ. x4 ഈസ് ഈക്വൽ ടു 150 മൈനസ് x1, ദാറ്റ് ഈസ് 150 മൈനസ് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. അപ്പൊ എത്ര വന്നു? x4 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 120 വന്നു. ക്ലിയർ ആയല്ലോ? 120 വന്നു. ഇതാ x1 എന്ന് പറഞ്ഞിരുന്നത് 30 ആണ്, x4 120 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടി ഡി ഡിവൈഡ് ബൈ പി ഡി ഉപയോഗിച്ചിട്ട് ടി ഡി എന്ന് പറയുമ്പോൾ 120 മൈനസ് 30 ഡിവൈഡ് ബൈ 4 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 30 എന്ന് പറയുമ്പോൾ 90 വരും ഇല്ലേ? 90 ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വരും. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര വന്നു? 30 വന്നു. മനസ്സിലായല്ലോ? കോമൺ ഡിഫറൻസ് 30 വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ x1 നമുക്കറിയാം 30 ആണ്. അപ്പൊ x2 എങ്ങനെ വരും? x1 30 ആണ്. ദെൻ x2 എത്ര എഴുതാം? x2 is equal to 30 കൂടെ ആഡ് ചെയ്യുക, അതായത് 60 വരും അല്ലേ? ദെൻ x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 90 വരും. x4 നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി എത്രയാണ്? 120 ആണ്. ക്ലിയർ ആയല്ലോ? therefore the terms, 3 ടേംസ് ഏതൊക്കെയാണ്? 30, 60, 90. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം 30 ആണ്. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് അല്ലെ? 5 ടേംസ് വന്നിട്ടുണ്ട്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇവിടെ 5 ടേംസ് ആണുള്ളത് അല്ലേ? അതായത് ഇത് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഓഡ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? മിഡിൽ ടേം ഇവിടെ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ സം അല്ലെ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ആ ഇക്വേഷൻ ഉപയോഗിക്കാം. മിഡിൽ ടേം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് x3 ആണ്. x3 ഈസ് ഈക്വൽ ടു എന്നാണ് സം ഡിവൈഡ് ബൈ n വരും. സം എന്ന് പറഞ്ഞിരിക്കുന്നത് 300 ആണ്. നമ്പർ ഓഫ് ടേംസ് 5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 60 വരും. അതായത് x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം x3 നമുക്കറിയാം, അതായത് x1 നമുക്കറിയാം 30 ആണ്. x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 60 ആണ്. അപ്പൊ നമുക്ക് d കണ്ടുപിടിക്കാമല്ലോ. d ഈസ് ഈക്വൽ ടു ടി ഡി ഡിവൈഡ് ബൈ പി ഡി ഉപയോഗിച്ച് ചെയ്യാം. ടി ഡി എന്ന് പറയുമ്പോൾ 60 വരും. 60 മൈനസ് 30 ആണ് ഡിവൈഡ് ബൈ പി ഡി എന്ന് പറയുമ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 മൈനസ് 1 പൊസിഷൻ ഡിഫറൻസ് ഇല്ല. അപ്പം 30 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 15 കിട്ടി. അപ്പൊ x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? x1 ഈസ് ഈക്വൽ ടു 30 ആണ്. അപ്പൊ x2 എത്ര വരും? 15 കൂട്ടുക ഇല്ല? 15 കൂട്ടുമ്പോൾ എത്രയാണ്? 45 ആണ് വരുന്നത്. ദെൻ x3 എത്ര വരും? പിന്നെ 15 കൂട്ടുക, അപ്പം 60 വരും. അപ്പൊ എന്താണ്? ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം 30, 45, 60 ആദ്യത്തെ 3 പദങ്ങൾ. 30, 45 and 60 are the 3 terms of the arithmetic sequence. Then അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 അല്ലെ? x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 x5 പ്ലസ് x6 അതാണ് 300 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? സം ഓഫ് പെയർ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ സം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് പെയർ അല്ലെ? നമ്പർ ഓഫ് 6 ടേമിലുള്ള നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. ആ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ പെയർ എന്ന് പറയുന്നത് ഇതാണ്, ഇത് വരും. ദെൻ രണ്ടാമത്തേത് ഇത് വരും, x2ഉം x3ഉം വരും. ദെൻ x1ഉം x6ഉം കൂടെ വരും. ക്ലിയർ ആയല്ലോ? അപ്പം എങ്ങനെയാണ്? സം ഓഫ് 1 പെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർ ആണ്. ദെൻ സം എന്ന് പറഞ്ഞാൽ 300 ആണ്. നമ്പർ ഓഫ് പെയർ എന്ന് പറയുമ്പോൾ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 വരും. അപ്പൊ 1 പെയർ 100 ആണ്. അതായത് എങ്ങനെയാണ്? x1 അല്ലെ? x1 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. മറ്റേത് അതുപോലെ തന്നെ x2 പ്ലസ് x5ഉം അല്ലെ?
x2 പ്ലസ് x5 എന്നും പറഞ്ഞിരിക്കുന്നത് 100 ആണ്. അതുപോലെ തന്നെ x3 പ്ലസ് x4 എന്നും പറഞ്ഞിരിക്കുന്നത് 100 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം x1 ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം x1 പ്ലസ് x6 ഈക്വൽ ടു 100 എന്ന് വന്നു. അത് നമുക്ക് x6 is equal to 100 മൈനസ് x1. x1 എത്രയാണ്? 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 വരും. അതായത് x6 70 ആണ്, x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. ക്ലിയർ ആയല്ലോ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടി ഡി അല്ലെ, ടി ഡി ഡിവൈഡ് ബൈ പി ഡി തന്നെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x6 എന്ന് പറഞ്ഞിരിക്കുന്നത് 70 ആണെന്നല്ല തന്നിരിക്കുന്നത് ഇല്ല. അപ്പം 70 മൈനസ് 30 ഡിവൈഡ് ബൈ പൊസിഷൻ 6 മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. അതായത് ഡി ഈസ് ഈക്വൽ ടു 8 എന്നാണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 വരും. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമുക്കറിയാം 30 ആണ്. 30 കൊടുത്തില് അപ്പം x1 എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. x2 എത്ര വരും? 38 വരും അല്ലേ? അടുത്തത് x3 എത്ര വരും? 46 വരും. then x4 എത്രയാണ് വരുന്നത്? 54 വരും. അടുത്ത വേണമെന്ന് x5 പിന്നെ 8 കൂട്ടും 62. x6 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി 70 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതിനാണ് ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനല്ല. അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ 3 പദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? 30, 38, then 46. These are the 3 terms. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ആ ഒരു സെക്ഷൻ പേജ് നമ്പർ 13 ഉള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ ആ കൺസെപ്റ്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കുക. അത് വെച്ച് പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നത്. നമ്പേഴ്സുകളൊക്കെ മാറ്റി തരുമെന്ന് മാത്രം. അപ്പൊ എവിടൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുമെങ്കിലേ ഉള്ളൂ പഠിക്കത്തുള്ളൂ. മാത്സ് ആണ്, ചെയ്ത് തന്നെ പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കണ്ട, നിങ്ങൾ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി കേട്ടോ. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.